ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇംഗ്ലീഷിൻ്റെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ഏകദേശം ഒരു 4 ചാപ്റ്ററോളം നമ്മുടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവിഷൻ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ഗ്രാൻഡ് മദേഴ്സ് ഹൗസാണ്, ചാപ്റ്റർ നമ്പർ 6 ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അതേപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 7 റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, ചാപ്റ്റർ 8 എ കേസ് ഓഫ് സസ്പീഷ്യൻ, ചാപ്റ്റർ 9 മൈ സൺ വിൽ നോട്ട് എ ബിഗർ ബി. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇതിലില്ലല്ലോ എന്നുള്ളത്. അതെല്ലാം TMA പോർഷൻ ആയതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാറില്ല. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്, അതായത് നമ്മൾ റിവിഷൻ ക്ലാസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുൻപ് PPT നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതില്ല. TMA, അതായത് നിങ്ങൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് അതിലേക്ക് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സ്റ്റുഡൻസ് ശ്രദ്ധിക്കാം, ചാപ്റ്റർ നമ്പർ 6 മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. കമല ദാസ് എന്ന് പറയുന്ന ആളാണ് ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ സമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഇതൊരു പോയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതയാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ആ PDF നോട്ട്സ് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു പോയം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്, അതായത് റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കട്ടോ. ദ പോയറ്റ് ടെൽ ആസ് അബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, home which is far away from where she is currently living, and the loves she is received from her grandmother's house. നോക്കൂ, ഇതിൽ ഫസ്റ്റ് ഭാഗം ഇൻ ദിസ് പോയം, അതായത് ഈ ഒരു കവിതയിൽ, പോയം എന്ന് പറഞ്ഞാൽ കവിതയിൽ, ദ പോയിറ്റ് ടെൽ അസ്. പോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവി, അതായത് കവിത എഴുതുന്ന ആളുടെയാണ് നമ്മൾ ഇതിൽ കവി എന്നൊക്കെ പറയാറില്ല മലയാളത്തിൽ, അതാണ് പോയിറ്റ് എന്ന് പറയുന്നത്. പോയിറ്റ് ടെൽസ്, പറയുന്നു, അസ്, നമ്മളോട്. അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോ. ടെൽസ് എന്ന് പറഞ്ഞാൽ പറയുന്നു. ടെൽസ് അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് പറയുന്നു. എബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ പോയറ്റ് എന്താണ്? അതൊരു കവയിത്രിയാണ് അല്ലേ, ഒരു ലേഡിയാണ്. എബൌട്ട് ഹെർ, ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്, അല്ലെങ്കിൽ പറ്റി എന്നൊക്കെ പറയില്ലേ, ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹോം, അവളുടെ ഗ്രാൻഡ് മദേഴ്സ് ഹോം. ഗ്രാൻഡ് മദേഴ്സ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ വല്യമ്മയുടെ വീട്, അതായത് അവളുടെ അമ്മമ്മയുടെ വീട്. ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മ വരുന്നത്. ഗ്രാൻഡ് മദേഴ്സ് ഹോം വിച്ച് ഈസ് ഫാർ എവേ, അത് ഒരുപാട് ദൂരെയാണ്. വിച്ച് ഈസ് ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ, എവേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ, അകലെ. ഫാർ എവേ ഫ്രം വേർ ഷീ ഈസ് കറൻ്റ്ലി ലിവിങ്, അവൾ എവിടെയാണോ താമസിക്കുന്നത്. കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ബാലൻസ് എന്നൊക്കെ പറയാറില്ലേ, നിലവിലുള്ള എന്നുള്ളത്. അപ്പോൾ നിലവിൽ അവൾ താമസിക്കുന്ന, കറൻ്റ്ലി ലിവിങ്, നിലവിൽ അവൾ താമസിക്കുന്നതിൽ നിന്ന് ഒരുപാട് അകലെയാണ് ആര്? ഈ ഗ്രാൻഡ് മദേഴ്സിൻ്റെ വീട്. ആൻഡ് ദ ലവ് ഷീ ഈസ് റിസീവ്ഡ് ഫ്രം ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അതായത് ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്ന് എന്താണ് അവൾക്ക് റിസീവ്ഡ്, അവളെന്താണ് സ്വീകരിച്ചിരുന്നു. ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്ന് അവൾ സ്വീകരിച്ചിരുന്നു. എന്താണ് സ്വീകരിച്ചിരുന്നത്? ലവ്, സ്നേഹം. അതായത് അവളുടെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്ന് സ്വീകരിച്ചിരുന്ന സ്നേഹം അല്ലേ, അവളെ സ്വീകരിച്ചിരുന്നു. ഈ സ്നേഹം കിട്ടുന്ന വീട് അവൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നാണ് ഇവിടെ കവയിത്രി അവളുടെ സാഹിത്യപരമായ രീതിയിൽ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു സ്റ്റാൻസ, അതായത് ഈ ഒരു പാരഗ്രാഫ് വ്യക്തമായിട്ടൊന്നും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദർ, അതായത് ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ്, അവളുടെ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഹെർ ഗ്രാൻഡ് മദർ, അവളുടെ ഗ്രാൻഡ് മദർ ഡൈഡ്, മരിച്ചതിന് ശേഷം. നോബഡി ലിവ്സ് ഇൻ ദ ഹൗസ്, നോബഡി, ഒരാളും ലിവ്സ്, ജീവിച്ചില്ല, അതായത് നോബഡി ലിവ്സ് ഇൻ ദ ഹൗസ്, ഒരാളും താമസിച്ചില്ല ഇൻ ദ ഹൗസ്, ആ ഹൗസിൽ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ആ ഹൗസിൽ ഒരാളും പിന്നീട് താമസിച്ചില്ല. ദർ ഈസ് നോ വൺ ടോക്ക്
ഒരാളും സംസാരിച്ചില്ല ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ഹൗസ്. ഒരാളും സംസാരിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ആ വീട്. അതായത് ഗ്രാൻഡ് മദർ താമസിച്ചിരുന്ന, വല്യുമ്മ താമസിച്ചിരുന്ന ആ വീടിനെ പറ്റി പിന്നെ ഒരാളും സംസാരിക്കുകയോ ഒരാളും ആ വീട് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. വീട് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊടി പിടിച്ച് വീട് നശിച്ചു പോകും അല്ലേ? ദസ് ഹൗസ് ബിക്കം സൈലന്റ്. ആ വീടെന്തായി? ബിക്കം സൈലന്റ്, നിശബ്ദമായി അല്ലേ? ഒരാളും താമസിച്ചില്ലെങ്കിൽ അത് നിശബ്ദമാവും. ആൻഡ് ഡെസേർട്ടഡ്, എന്തായി? ഡെസേർട്ടഡ് ആയി, അതായത് മരുഭൂമി പോലെ, തരിശായി എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ തരിശായി എന്ന് പറയില്ല, അത് ഉപയോഗശൂന്യമായി എന്നുള്ള മീനിങ്ങും കൂടെ ഉണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തരിശായി. ഫോർ ദ സ്നേക്സ് ടു മൂവ് അറൗണ്ട്, അതായത് പാമ്പുകൾ അതിന് ചുറ്റും ഇങ്ങനെ എഴിഞ്ഞ് നടക്കുന്ന രീതിയിൽ. മൂവ് എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും, മൂവ് നീങ്ങുക, ചുറ്റും നീങ്ങുക കേട്ടോ. മൂവ് എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും, നിങ്ങൾക്കറിയാലോ അല്ലേ? റൗണ്ട് എബൌട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. മൂവ് എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നീങ്ങുക. സ്നേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. ഈ ഒരു സ്റ്റാൻസ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഹെർ ഗ്രാൻഡ് മദർ, അവളുടെ ഗ്രാൻഡ് മദർ, യൂസ്ഡ് ടു റീഡ് ഔട്ട് സ്റ്റോറീസ്. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായി. യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമാണ്. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ സ്ഥിരമായി. ഐ എം യൂസ്ഡ് ടു ഹാവ് എ ടീ, ഞാൻ സ്ഥിരമായി ചായ കുടിക്കാറുണ്ടായിരുന്നു. ഐ എം യൂസ്ഡ് ടു റീഡ്, സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു. റീഡ് ഔട്ട് സ്റ്റോറീസ് ടു ഹെർ, അവൾക്ക് സ്ഥിരമായി അവളുടെ ഗ്രാൻഡ് മദർ എന്താണ്? കഥകൾ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഷീ വാസ് ടു യങ് ടു റീഡ് ഹെർ സെൽഫ്, അവൾ സ്വയം വായിക്കാവുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ, അതായത് അവൾ വളരെ ചെറുപ്പമായിരുന്നു. ടു യങ് എന്ന് പറഞ്ഞാൽ അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ടു റീഡ് ബൈ ഹെർ സെൽഫ്, അവൾ സ്വയം വായിക്കാൻ കഴിയാത്ത അത്രയും ചെറുതായിരുന്നു. അതായത് സ്വയം വായിക്കാൻ കഴിയാത്ത അത്രയും ചെറുതാണ് 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സൊക്കെ ആവുന്ന സമയത്തൊന്നും ചില കുട്ടികൾക്ക് സ്വയം വായിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് ആഫ്റ്റർ ഹെർ ഗ്രാനീസ് ഡെത്ത്, അവളുടെ ഗ്രാനിയുടെ മരണശേഷം. ഗ്രാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ് മദർ തന്നെ കേട്ടോ. ഗ്രാൻഡ് മദറിന് അല്ലെങ്കിൽ വല്യുമ്മക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഗ്രാനി. അപ്പോൾ ഗ്രാനിയുടെ ഡെത്തിന് ശേഷം ഇറ്റ് വാസ് എ സാഡ് ടൈം, അതാണ് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള സമയമായിരുന്നു. ടു സ്പെൻഡ് എമംഗ് ദ ബുക്ക് ആസ് ഷീ ഫെൽറ്റ് ലോൺലി, അതായത് ആ ഗ്രാൻഡ് മദർ വായിച്ചിരുന്ന ബുക്സുകൾ അല്ലെങ്കിൽ ഇവൾക്ക് വായിച്ചു കൊടുത്തിരുന്ന ബുക്ക് വീണ്ടും എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വരും അല്ലേ? കാരണം ഗ്രാൻഡ്മ മരിച്ചുപോയി, ഗ്രാൻഡ്മയുടെ ഓർമ്മകളായിരിക്കും ആ ബുക്കിൽ ഉണ്ടാവുക. അതാണ് ഈ കവി ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എ സാഡ് ടൈം ടു സ്പെൻഡ് എമംഗ് ദ ബുക്സ്, ആ ബുക്സിൻ്റെ ഇടയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ആസ് ഷീ ഫെൽറ്റ് ലോൺലി, അവളെന്താണ്? ലോൺലിനെസ് അനുഭവപ്പെടാൻ തുടങ്ങി, അതായത് ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഓക്കെ, അടുത്തത് ഷീ ഓഫൻ തിങ്സ് അബൌട്ട്. ഈ ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഷീ ഓഫൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും, തിങ്സ് അബൌട്ട് വിസിറ്റിംഗ് ദ ഹൗസ്, ആ വീട് വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കാൻ അവർ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ലുക്കിംഗ് ത്രൂ ദ വിൻഡോസ്, ആ വിൻഡോയിലൂടെയൊക്കെ, ആ വീടിൻ്റെ ജനാലയിലൂടെയൊക്കെ, ത്രൂ എന്ന് പറഞ്ഞാൽ ലൂടെ, അതിലൂടെ എന്നൊക്കെ പറയില്ലേ. ലുക്കിംഗ് ത്രൂ ദ വിൻഡോസ്, ജനാലയിലൂടെയൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ലിസണിങ് ടു ദ വോയിസ്, അവളെന്താണ്? ആ ശബ്ദം ശ്രദ്ധിക്കാൻ. അറൗണ്ട് ആൻഡ് ബ്രിങ്ങിങ് സംതിങ് ബാക്ക് ഹോം, അതായത് ലിസണിങ് ടു ദ വോയിസ് അറൗണ്ട് ആൻഡ് ബ്രിങ്ങിങ് സംതിങ് ബാക്ക് ടു ഹോം, ആ വീട്ടിലേക്ക് തന്നെ എത്തിക്കുന്ന, അതായത് ആ വീടിൻ്റെ പഴയ ശബ്ദങ്ങളുണ്ടല്ലോ, ആ ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദർ ഇസ് ജസ്റ്റ് ഡാർക്ക്നെസ് ഇൻസൈഡ്, പക്ഷെ എന്താണ്? അവിടെ ജസ്റ്റ് ഡാർക്ക്നെസ് മാത്രമേ, അന്ധത അല്ലെങ്കിൽ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട് മാത്രമായിരുന്നു അതിനുള്ളിൽ. വിത്ത് നോ വോയിസ്, ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ദ ഓൾഡ് മെമ്മറീസ് വിച്ച് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദ സെയിം പോയിന്റ്, അതായത് ആ ഓൾഡ് മെമ്മറീസിൻ്റെ ശബ്ദങ്ങളല്ലാണ്ട് വേറെ ഒരു ശബ്ദം കോലാഹലങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന പോലെ തന്നെ അവിടെ എന്താണ്? ഒരുപാട് പഴയ ഓർമ്മകളും ഇപ്പം പഴയ നാലുകെട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ഇല്ലത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഒരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നും അല്ലേ? പഴയ ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ശബ്ദം, അതായത് അതൊരു ഇമാജിനേഷനാണ്, സാങ്കല്പികമാണ് കേട്ടോ. ദ പോയറ്റസ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ലോസ്. പോയറ്റസ് അതായത് കവയിത്രി, ഇൻ എ സ്റ്റേറ്റ് ഓഫ് ലോസ്, നഷ്ടപ്പെടലിൻ്റെ, ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടലിൻ്റെ ഒരു അവസ്ഥയിലാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ് കേട്ടോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയില്ല, അതുമെന്ന് വന്ന വാക്കാണ് സ്റ്റേറ്റ് ഓഫ് ലോസ്. അപ്പോൾ നഷ്ടത്തിൻ്റെ ഒരു അവസ്ഥയിലാണ്. ഷീ ഫീൽസ് ലോൺലി, അവളെന്നാണ് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. വിത്തൗട്ട് ഹെർ ഗ്രാൻഡ് മദർ ഇല്ലാത്തത് കൊണ്ടുള്ള ഒറ്റപ്പെടൽ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഷീ ഗോട്ട് ലോ ഇൻ അബണ്ടൻസ്, അവൾക്ക് എന്താണ് ധാരാളം സ്നേഹം കിട്ടിയിരുന്നതാണ് അല്ലേ. ബട്ട് നോ ഷീ സീക്സ് ഇറ്റ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ്, പക്ഷെ അവൾക്കിപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. സീക്സ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക അല്ലെങ്കിൽ കിട്ടുന്നുള്ളൂ, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഒരുപാട് സ്നേഹമൊന്നും കിട്ടുന്നില്ല എന്നാണ് അവൾ വിഷമത്തോടു കൂടി ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിതയുടെ സമ്മറിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഇത് മൊത്തത്തിലൊന്ന് റീഡ് ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഹൗ ഡസ് ദ പോയറ്റസ് റിമെമ്പർ her grandmother and wish to be alive to seek her love? അതായത് എങ്ങനെയാണ് ഹൗ ഡസ് ദ പോയറ്റ്സ് റിമെമ്പർ, അവൾ ആ കവിയത്രി എങ്ങനെയാണ് അത് ഓർക്കുന്നത്? ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് വിഷ് ടു ബി ലൈവ് ടു സീക്ക് ഹെർ ലവ്, അതായത് അവൾക്ക് കിട്ടിയിരുന്ന അല്ലെങ്കിൽ അവൾക്ക് സന്തോഷം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സ്നേഹം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് കവിയത്രി ഓർക്കുന്നത്? അതിൻ്റെ ആൻസറാണ് ദ പോയറ്റസ് ഗോട്ട് സോ മച്ച് ലവ് ഫ്രം ഹെർ ഗ്രാൻഡ് മദർ, അവളുടെ ഗ്രാൻഡ് മദറിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു, കവിയത്രിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ഡെഡ്, അപ്പോൾ അവൾ മരിച്ചു. ആര്? ഗ്രാൻഡ് മദർ മരിച്ചു. ദ ഹൗസ് വേർ ഡിസേർട്ടഡ് ലുക്ക് ഇൻ ഹെർ ആബ്സെൻസ്, ഹൗസ് എന്താണ്? തരിശായി അവളുടെ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ആബ്സെൻസിൽ. ഈവൻ ദ എയർ ഇൻസൈഡ് സീം ടു ഹാവ് ഫ്രോസൺ, ഈവൻ അതിൻ്റെ ഉള്ളിലുള്ള എയർ പോലും ഫ്രോസൺ ആയ പോലെ. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്രീസ് ആവുക എന്ന് പറയില്ലേ അല്ലേ, അതിൻ്റെ പാസ്റ്റാണ് ഫ്രോസൺ. ഫ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐസ് കട്ടായിട്ട് ഫ്രോസ് ആവുക എന്ന് പറയില്ലേ, ഫ്രീസൺ, അതായത് എയർ പോലും ഫ്രീസായി നിൽക്കുന്ന പോലെ. ഷീ സോട്ട് ഫോർ ദാറ്റ് ലോ ഫ്രം സോട്ട് എന്നായിരിക്കില്ല കേട്ടോ, തോട്ട് എന്നായിരിക്കും, ടി ആയിരിക്കും ഇവിടെ കേട്ടോ. ഷീ തോട്ട് ഫോർ ദാറ്റ് ലോ ഫ്രം ദ സ്ട്രേഞ്ചേഴ്സ് ഈവൻ ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ്, അവൾക്ക് എന്താണ് ലോ കിട്ടുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ് കുറഞ്ഞ അളവിലുള്ള സ്നേഹം അപരിചിതത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഷീ ഫീൽസ് ലോസ്റ്റ് വിത്തൗട്ട് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലോ, അവൾക്ക് എന്താണ് ഒരു നഷ്ടബോധം. ഷീ ഫീൽസ് ലോസ്റ്റ്, അവൾക്ക് എന്താണ് നഷ്ടബോധം തോന്നുന്നുണ്ട്. വിത്തൗട്ട് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലോ, ഗ്രാൻഡ് മദേഴ്സിൻ്റെ സ്നേഹം ഇല്ലാത്തതുകൊണ്ട് നാഷ്ടബോധം തോന്നുന്നുണ്ട്. ഷീ ലേക്സ് ദാറ്റ് ലോ ആൻഡ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ദാറ്റ് ഹൗസ് ടു പീപ്പ് ത്രൂ ഇറ്റ്സ് വിൻഡോസ്, അവരുടെ ജനലുകളിലൂടെയൊക്കെ ഒന്ന് പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കണം എന്നുള്ള അർത്ഥമാണ് ശരിക്കും വരിക കേട്ടോ. ജനലുകളിൽ കൂടെ ഒക്കെ നോക്കണം, അതേപോലെ ആ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം, അവൾക്ക് ആ സ്നേഹം തിരിച്ചു വേണം എന്നുള്ള നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഷീ വിഷസ് ദാറ്റ് ഹെർ ഗ്രാൻഡ് മദർ വെയർ അലൈവ് ടു സീക്ക് ലവ് അഗെയിൻ, അപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഹെർ ഗ്രാൻഡ് മദർ വെയർ അലൈവ് ടു സീക്ക് ലവ് അഗെയിൻ, അതായത് അവളുടെ ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്നെങ്കിൽ ആ സ്നേഹം വീണ്ടും കിട്ടുമായിരുന്നു എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇതിൽ പറയുന്നത്. അടുത്തത്, ദ പോയറ്റസ് തിങ്ക് ഓഫ് ഹെർ പാസ്റ്റ്, ഹൗ ഈസ് ഹെർ പ്രസൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ പാസ്റ്റ്, അതായത് കവിയത്രി അവളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ, എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റും അതേപോലെ അവളുടെ പാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഭൂതകാലവും ഇപ്പോഴത്തെ വർത്തമാനകാലവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആ കവിയത്രിയുടെ? ഇതാണ് ചോദ്യം. സിമ്പിളാണ്, ഈ കവിതയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇൻ ദിസ് പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, കമല ദാസ് ഈസ് സെയിങ് അബൌട്ട് ദ നോസ്റ്റാൾജിയ ഓഫ് ഹെർ ചൈൽഡ്ഹുഡ് ലൈഫ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഷീ റിമെമ്പർ ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അവൾ അവളുടെ കുട്ടിക്കാലം അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചിലവഴിച്ചത് അവൾ ഓർക്കുന്നു. വെൻ ഷി വാസ് ലവ്ഡ്, അവളെന്താണ് ഗ്രാൻഡ് മദറിനാൽ ഒരുപാടധികം സ്നേഹിക്കപ്പെട്ടിരുന്നു. ഷീ ഹാസ് ഡീപ്പ് സെൻസ് സോറോ, അവൾക്ക് എന്നാൽ നല്ല രീതിയിൽ വിഷമമുണ്ട്. ഇൻ ദ പ്രസൻറ്റ്, ഇപ്പോൾ വർത്തമാനകാലത്ത്, ബിക്കോസ് ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് ദ ലവ് വൺസ്, ഇപ്പോൾ അവൾക്ക് എവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ഷീ ഗോട്ട് ഫ്രം ഹെർ ഗ്രാൻഡ് മദർ, അതെന്താണ് അവൾക്ക് അവളുടെ ഗ്രാൻഡ് മദറിൽ നിന്ന് കിട്ടിയ അതുപോലുള്ള സ്നേഹം ഇപ്പോൾ എവിടുന്ന് കിട്ടുന്നില്ല എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അടുത്ത്, വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ഗ്രാൻഡ് മദർ ഡൈഡ്, അവളുടെ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആൻസർ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്,
അത് ഒരുപാടുണ്ട് പറയാൻ കേട്ടോ. അവളുടെ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം ആ വീട് നിശബ്ദതയിലേക്ക് പൂണ്ടുപോയി എന്നാണ് ഇതിൽ പറയുന്നത്. വേണമെങ്കിൽ വീണ്ടും പറയാം. ദ ഹൗസ് ബിക്കം ഫ്രീസൺ, അല്ലെങ്കിൽ ഇൻസൈഡ് ഓഫ് ദ എയർ ബിക്കം ഫ്രോസൺ, സ്നേക്സ് ലുക്ക് മൂവ് അറൗണ്ട്, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. പാമ്പുകൾ ചുറ്റും നടക്കുന്നു, അത് മൊത്തം ഡാർക്ക്നെസ് ആണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിച്ച് എഴുതാം. വൈ വാസ് ദ പോയറ്റസ് നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ്? എന്തുകൊണ്ടാണ് പോയറ്റസിന് ബുക്ക് വായിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ആ പോയറ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ഗ്രാൻഡ് മദർ വായിച്ച കാര്യം ഓർമ്മ വരും, അപ്പോൾ സങ്കടമാവും അല്ലേ. അതുകൊണ്ടാണ് ദ പോയറ്റ് ഇസ് ടു സ്മാൾ ടു റീഡ് ദ ബുക്സ്. എന്താണ് പോയറ്റ്, വൈ വാസ് ദ പോയറ്റ് ഇസ് നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. പോയറ്റ് എന്നാണ് വളരെ ചെറിയ കുട്ടിയായിരുന്നു, അതായത് ഷി വാസ് വെരി യങ്, അവൾ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ബുക്ക് വായിക്കാൻ അറിയില്ല. അവളുടെ ഗ്രാൻഡ് മദറാണ് ബുക്ക് വായിച്ചു കൊടുത്തിരുന്നത് എന്നുള്ളത്. വൈ ഈസ് ദ എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ? എന്തുകൊണ്ടാണ് ആ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെ എയർ, അതായത് ആ വീട്ടിനുള്ളിലുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ വായു ഫ്രോസൺ ആണ്, അതല്ലെങ്കിൽ നിശ്ചലമാണ് എന്നുള്ള രീതിയിൽ പറയാനുള്ള കാരണം? ദ എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ ആസ് ഇറ്റ് സീംസ് ദാറ്റ് ആസ് നോ വൺ ലൈവ്സ് ദർ. അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ. ദ എയർ ഡസ് നോട്ട് സീംസ് ടു ബി മൂവിങ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ എന്താണ് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. ആൻഡ് സൈലൻസ് ഈസ് സ്പ്രെഡ് ഓൾ ഓവർ, എല്ലായിടത്തും എന്താണ് നിശബ്ദത മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ ഫ്രോസൺ ആയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്റർ. ഇതിൻ്റെ സമ്മറിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ദ പാസേജ് ഈസ് സ്പീക്കിംഗ്, പാസേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ സ്ട്രെസ് ആൻഡ് പ്രോബ്ലംസ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ഫേസിങ് ഇൻ ലൈഫ്. സ്ട്രെസ്സ്, സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമാണ് അത് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് ഇൻ ലൈഫ്, ജീവിതത്തിൽ. ആൻഡ് ദെയർ കംപ്ലീറ്റ് മെഷേഴ്സ് ടു റെഡ്യൂസ് ഓർ പ്രിവെൻറ്റ് സ്ട്രെസ് ആൻഡ് പ്രഷർ. അവരുടെ സ്ട്രെസ്സും പ്രഷറും എങ്ങനെയൊക്കെ തടയാം. പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക എന്നുള്ളതാണ്. ദ പ്രഷർ ആൻഡ് സ്ട്രെസ് ഓഫ് എക്സാമിനേഷൻ ആർ കോമൺ ഇൻ ദ ലൈഫ് ഓഫ് സ്റ്റുഡൻസ്. പ്രഷറും സ്ട്രെസ്സും ഒക്കെ എക്സാമിനേഷൻ ടൈമിൽ കുട്ടികളുടെ ജീവിതത്തിൽ കോമൺ ആണ് അല്ലേ. കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവൾക്ക് എക്സാം ഉണ്ടാവും അല്ലേ. എക്സാമിനേഷൻ ഉണ്ടാവും എന്താണ്? എക്സാമിനേഷന് സ്ട്രെസ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമെൻഡസ് പ്രഷർ ബിഫോർ ദെയർ എക്സാമിനേഷൻ. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, മിക്ക വിദ്യാർത്ഥികളും എന്താണ്? ഭയങ്കരമായിട്ടുള്ള പ്രഷറിലായിരിക്കും. ട്രമെൻഡസ് പ്രഷർ ബിഫോർ ദെയർ എക്സാമിനേഷൻ, അവരുടെ എക്സാമിനേഷന് മുൻപ് തന്നെ വളരെ അധികം പ്രഷറിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻസ്, ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ബട്ട് ഓൾസോ ദ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ ഫേസിങ് ദ സെയിം സിറ്റുവേഷൻ ആൻഡ് പ്രോബ്ലം. ഇത് ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഈ പ്രശ്നം അനുഭവിക്കുന്നത് കുട്ടി മാത്രമല്ല, ഈ സ്റ്റുഡൻറ്റ് മാത്രമല്ല, ടീച്ചേഴ്സും അതേപോലെ കുട്ടീൻ്റെ പേരൻസും ഒക്കെ അനുഭവിക്കുന്നു. സംടൈംസ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ്സ് ഓഫ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈവൻ മേക്ക് സ്റ്റുഡൻസ് സ്ട്രെസ്ഫുൾ. ചില സമയത്ത് ഈ കുട്ടികൾ, രക്ഷിതാക്കൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് ചില ഡിമാൻഡുകളൊക്കെ വെക്കും അല്ലേ. എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഡിമാൻഡ് വെക്കും. വേറെ ചിലരെന്താ വെക്കുക? എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ചെയ്തു തരില്ല, ഇത് ചെയ്തു തരില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അത് അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് വെക്കും അല്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കും. ബട്ട് ഓൾ ദാറ്റ് സ്റ്റുഡൻസ് നീഡ് ടു അക്വയർ സ്കിൽ. പക്ഷെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കില്ല് ആവശ്യമാണ്. അക്വയർ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ടു എമേർജ് ഇൻ ടു അഡൽട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദോസ് ഡിമാൻഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഡിമാൻഡ്സൊക്കെ വരുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ, അതായത് ഈ സ്ട്രെസ്സിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്കിൽസ് നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. ആങ്സൈറ്റി അഥവാ ആശങ്ക ഈസ് എ കണ്ടാജിയസ് ആൻഡ് പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്. ആശങ്ക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിഷാദം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് കണ്ടേജിയസ് ആണ്, അതായത് അതിങ്ങനെ സ്പ്രെഡ് ആവും ആൻഡ് പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്. മിക്ക വിദ്യാർത്ഥികളിലേക്കും അത് പകരും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടെങ്കിൽ അത് മറ്റു ടീച്ചേഴ്സിലേക്കും വിദ്യാർത്ഥികളിലേക്കൊക്കെ അതിങ്ങനെ പകർന്നു കൊടുക്കും. ആൻഡ് ഈവൻ പേരൻസിലേക്ക് അടക്കം അല്ലേ. ഒരു വിദ്യാർത്ഥിയുടെ ആശങ്ക ആ പേരൻസിനും ഉണ്ടാവില്ല. സം ഓഫ് ദ റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവൽ ആർ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ചില കേസസുകളിൽ സ്ട്രെസ് ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഐഡൻറ്റിറ്റി, ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റിനെ ക്രൈസിസ് ചെയ്യും, അതായത് ആ ഇൻഡിവിജ്വാലിറ്റിനെ എന്താണ് തകർത്ത് കളയും. ദ നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻ
നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ. ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പിയർ പ്രഷർ. അതായത് ടീച്ചേഴ്സും പേരൻസും അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രഷർ കേട്ടോ. എന്താണ്, കരിയറിൽ നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് കുട്ടികളെ സ്ട്രെസ് ചെയ്യും. അതെന്താണ്, ആ കുട്ടിയുടെ താല്പര്യത്തിന് എതിരായിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്. എ ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ, ഒരു നല്ല ഓർമ്മകൾ, അപ്പോൾ എ ഗുഡ് ബ്രെയിൻ, ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ, അത് നല്ല ബ്രെയിനിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സോ ദ ബ്രെയിൻ നീഡ്സ് ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്താണ്, നല്ല ഓക്സിജൻ സപ്ലൈ വേണം. ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ ഫോർ ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എലമെൻറ്റ്സ് ഒക്കെ ബ്രെയിനിന്, തലച്ചോറിന് വേണം. സ്റ്റുഡൻസ് ഷുഡ് ടേക്ക് ഡയറ്റ് ആൻഡ് പ്രോപ്പർ ഡയറ്റ് കാൻ റിഡ്യൂസ് സ്ട്രെസ് ലെവൽ. അപ്പം നല്ല രീതിയിൽ പ്രോപ്പർ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത്. ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. അതായത് നല്ല രീതിയിലുള്ള ശ്രദ്ധ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ ഉപകാരപ്പെടും. ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, ആൻഡ് മെമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ബൈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക, ആൻഡ് റീകോളിങ് അത് വീണ്ടും ഓർത്തെടുക്കുക. വാട്ട് വൺ ഹാസ് ലേൺഡ് ഈസ് ആൾസോ ഹെൽപ്ഫുൾ ഫോർ സ്ട്രെസ് ഫ്രീ എക്സാമിനേഷൻ. ഇതൊക്കെ എന്താണ്, എക്സാമിനേഷന് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഓക്കെ, അടുത്തതായിട്ട് ആങ്സൈറ്റി ആൻഡ് ഫിയർ. പക്ഷേ എന്താണ്, ആശങ്കയും ഭയവും റിസൾട്ട് മെൻ്റൽ സ്ട്രെസ് ഡ്യൂറിങ് എക്സാമിനേഷൻ. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്, സ്ട്രെസ് ആയിരിക്കും അല്ലേ എക്സാമിനേഷൻ. ടു അവോയ്ഡ് ഓർ റെഡ്യൂസ് സ്ട്രെസ് വൺ മസ്റ്റ് മാനേജ് ടൈം. ഇതൊക്കെ കുറയാൻ എന്താണ്, ടൈം മാനേജ്മെൻറ്റും വേണം. പ്രോപ്പർലി ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഡിവൈഡ് ദ ടാസ്ക് ഇൻ ടു 3 കാറ്റഗറീസ്. ഒന്ന് ഇമ്പോർട്ടൻറ്റ്, 2 ലെസ് ഇമ്പോർട്ടൻറ്റ്, 3 റൊട്ടീൻ. ഇൻ ഓർഡർ ടു റിമെയിൻ കാം ആൻഡ് പീസ് വി നീഡ് ടു തിങ്ക് പോസിറ്റീവ്ലി. അതായത് നമുക്ക് ഈ പ്രഷറും ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളതിനെ 3 തരംതിരിക്കാം. ഒന്ന് നല്ല ഇമ്പോർട്ടൻറ്റ്, രണ്ടാമത്തെ ലെസ് ഇമ്പോർട്ടൻറ്റ്, മൂന്നാമത്തെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ പഠിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. ബട്ട് വാട്ട് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഈസ് ഫെയിലിയർ ഈസ് നെവർ ഫൈനൽ ആൻഡ് സക്സസ് ഈസ് നെവർ ആൻ എൻഡ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഫെയിലിയർ എന്ന് പറയുന്നത് അതൊരിക്കലും ഫൈനലല്ല, സക്സസ് ഒരിക്കലും അവസാനിക്കുകയില്ല. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിൽ ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് ഇനി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം എല്ലാറ്റിൻ്റെയും തുടക്കമാണെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിക്കാനാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു മോട്ടിവേഷൻ ചാപ്റ്റർ ആയിരുന്നു. ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ പറയുന്നത്. പെട്ടെന്ന് ഓടിച്ച് വായിക്കാം കേട്ടോ. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ്, ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. കറക്റ്റ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അത് ശരിയാക്കാൻ. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഓൺലി സ്റ്റുഡൻസ് ഗെറ്റ് സ്ട്രെസ്ഡ് ബിഫോർ എക്സാമിനേഷൻ. എക്സാമിനേഷന് മുൻപ് വിദ്യാർത്ഥികൾ മാത്രമേ സ്ട്രെസ്ഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഇത് തെറ്റാണ്, ഫാൾസ് ആണ് അല്ലേ. എഫ് എന്നിട്ട് കണ്ടില്ലേ, ഫാൾസ്. നോട്ട് ഓൺലി സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ സ്ട്രെസ്ഡ്. ടീച്ചറും പേരൻസും ഒക്കെ എന്താണ്, സ്ട്രെസ്ഡ് ആവും എക്സാമിൻ്റെ സമയത്ത് അല്ലേ. അടുത്ത്, ഫെയിലിയർ ടു കോപ്പ് അപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് ഫോർ അഡോളസൻസ്. ഇത് ശരിയാണ്. ഫെയിലിയർ ടു കോപ്പ് അപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക്, സ്ട്രെസ് അഡോളസൻസിൻ്റെ സ്ട്രെസ്സിന് കാരണമാവുന്നത് എന്താണ്, കോപ്പ് അപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കുമായിട്ട് കോപ്പ് അപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അതാണ്. അടുത്തത്, എ പേഴ്സൺ ഷുഡ് ലീഡ് എ ടോട്ടലി സ്ട്രെസ് ഫ്രീ ലൈഫ്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി നിർബന്ധമായിട്ടും സ്ട്രെസ് ഫ്രീ ലൈഫ് ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ലൈഫ്, സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ടത്. അത് തെറ്റാണ്. ലൈഫ് കാൻ നെവർ ബി ടോട്ടലി സ്ട്രെസ് ഫ്രീ. തെറ്റാണ് അല്ലേ. നമ്മളെ ജീവിതം ഒരിക്കലും സ്ട്രെസ് ഫ്രീ ആയിരിക്കില്ല. നമുക്ക് സ്ട്രെസ് ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും, ഏത് വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമുക്ക് എന്താണ്, സ്ട്രെസ് ഉണ്ടാവും. യു ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് ബൈ ഷെയറിങ് യുവർ ഫീലിങ്സ് വിത്ത് പേരൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മൾ സ്ട്രെസ് എന്താണ്, പേരൻസിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ കുറക്കാൻ കഴിയും. അത് ശരിയാണ് അല്ലേ, ട്രൂ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷർ ഓഫ് സ്ട്രെസ്. സ്ട്രെസ് കുറക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, സ്ട്രെസ്സിനെ ഒഴിവാക്കുന്ന രീതികൾ എന്തൊക്കെയാണ് പറയുന്നത്. ടു അവോയ്ഡ് സ്ട്രെസ് വൺ ഷുഡ് മാനേജ് ടൈം പ്രോപ്പർലി. ടൈം പ്രോപ്പർലി ആയിട്ട് ഉപയോഗിക്കണം. ജോബ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, റൊട്ടീൻ. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം. അതായത് ഫസ്റ്റ് വൺ എന്താണ്, മാനേജ്
ടൈം പ്രോപ്പർലി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം. രണ്ടാമത്തത് ജോബ് ഷുഡ് ബി ഡിവൈഡഡ് ടു ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, റൊട്ടീൻ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം. എക്സസൈസ് ആൾസോ ഹെൽപ്സ് ടു റെഡ്യൂസിങ് സ്ട്രെസ്. വൺ ക്യാൻ ഡു സർട്ടൻ എക്സസൈസ് ഈവൻ വൈൽ ട്രാവലിംഗ് വിച്ച് ഈസ് വെരി യൂസ്ഫുൾ. വൺ ഷുഡ് കൾട്ടിവേറ്റ് ഹോബീസ് അക്കോർഡിംഗ് ടു വൺസ് ടേസ്റ്റ്. അതായത് നമ്മളെ ഹോബീസ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ഹോബീസുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്ട്രെസ്സ് കുറക്കും. ദേ ഗവസ് പ്ലഷർ, അതായത് നമുക്ക് നമ്മൾ ഹോബി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷർ വരില്ല. വൺ ഷുഡ് തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് ബി കാം. ഒരാൾ ശാന്തനായിട്ടിരുന്ന് പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ അതും നമുക്ക് സ്ട്രെസ്സ് കുറക്കും അല്ലേ. ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് ഓഫ് സിറ്റുവേഷൻ, ചില വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ വൺ ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റ്. എന്താണ്, ഒരാൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കും. ദിസ് വേ സ്ട്രെസ് ക്യാൻ ബി അവോയ്ഡഡ്. ഈ രീതിയിൽ എന്താണ് സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് ഹൗ ഡസ് സ്റ്റുഡൻസ് ആൻഡ് അഡോളസൻസ് ഗെറ്റ് സ്ട്രെസ്ഡ്. എങ്ങനെയാണ് വിദ്യാർത്ഥികളും അതേപോലെ കൗമാരക്കാർ സ്ട്രെസ്ഡ് ആവുന്നത് എന്നുള്ളത്. സ്റ്റുഡൻസ് ഹാവ് ടു ഫേസ് ഡിമാൻഡ് ഓഫ് കോമ്പറ്റീറ്റീവ് വേൾഡ്. അതായത് മത്സര ലോകത്താണ് അല്ലേ. അപ്പോൾ എന്താണ്, വിദ്യാർത്ഥികൾക്ക് കുറേ ഡിമാൻഡുകൾ ഉണ്ടാവും. ദേ ഹാവ് ടു ലിവ് അപ് ടു ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആൻഡ് പേഴ്സ്. അതായത് സമൂഹത്തിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയൊക്കെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. ദേ ഹാവ് ടു ടേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻ. അവർക്ക് എന്താണ്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അറ്റ് ടൈംസ് ദർ ഈസ് ഇനബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ പേരൻസ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്കൊന്നും എഫക്റ്റീവായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ആങ്സൈറ്റി ഇൻ സ്റ്റുഡൻസ്. ഇതൊക്കെ എന്താണ്, വിദ്യാർത്ഥികളിൽ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്.